recipes in മലയാളത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വളരെ എളുപ്പത്തിലും വളരെ രുചികരമായിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ബീട്രൂട്ട് മെഴുക്കുപുരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നേക്കുന്നത്. ഇതിന്റെ ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു പാനിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ആ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിൻ്റെ പുറകെ 4 വലിയ വെളുത്തുള്ളി, 8-10 ചുവന്നുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് അതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഈ ചുവന്നുള്ളിക്കൊക്കെ ഒരു ചെറിയൊരു പിങ്ക് കളറായി കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ചില്ലി ഫ്ലേക്സ്, അതായത് ക്രഷ് ചെയ്ത ഉണക്കമുളക് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 1 ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത്. ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് ഇളക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ നമ്മൾ ചേർത്തിരിക്കുന്ന ചില്ലി ഫ്ലേക്സ് ചിലപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം ഞാൻ ഇവിടെ വളരെ ചെറുതായി അരിഞ്ഞിരിക്കുന്ന ബീട്രൂട്ട് ആണ്. ഇത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കണക്കെടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 2 കപ്പാണ്, 2 മെഷറിംഗ് കപ്പാണ് ഇത് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം എനിക്ക് കിട്ടിയത്. അല്ലെങ്കിൽ ഒരു വലിയൊരു ബീട്രൂട്ടാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അതൊന്ന് ഫ്യൂ സെക്കൻഡ്സ് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലോട്ട് ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു ഫ്യൂ സെക്കൻഡ്സ് ഇളക്കുക. അതിനുശേഷം നമുക്കിത് മൂടി വെച്ച് ഒരു 4 മിനിറ്റോളം നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയത്ത് നമ്മൾ ഉപ്പ് ചേർക്കില്ല, കാരണം ഇതൊരു പകുതി കുറച്ചൊന്ന് വെന്ത് തുടങ്ങുമ്പോഴാണ് നമ്മൾ ഇതിലോട്ട് ഉപ്പ് ചേർക്കുക. അതുപോലെ തന്നെ ബീട്രൂട്ട് വേവിക്കാനായിട്ട് ഞാൻ എക്സ്ട്രാ വെള്ളം ചേർക്കുന്നില്ല, കാരണം നമ്മൾ വെള്ളം ചേർക്കുകയാണെങ്കിൽ ചിലപ്പം അത് കുഴഞ്ഞു പോകും, അല്ലെങ്കിൽ ആ ബീട്രൂട്ടിൻ്റെ ആ ഒരു ക്രഞ്ചിനെസ് ഉണ്ടല്ലോ, വെന്താലും ആ ഒരു ചെറിയൊരു ക്രഞ്ചിനെസ് അത് പോകും. അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെള്ളം ചേർത്ത് വേവിക്കാത്തത്. ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്തോളും, കാരണം വളരെ ചെറിയ കഷ്ണങ്ങളായതുകൊണ്ടാണ്. അങ്ങനെ 3-4 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഈ ലിഡ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലോട്ട് ആവശ്യം പോലെ ഉപ്പ് ചേർത്തിട്ട് വീണ്ടും നമുക്കിത് മൂടി വെക്കാം. മൂടി വെച്ച് വീണ്ടും ഒരു 5-6 മിനിറ്റോ അല്ലെങ്കിൽ ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കുക, ഇങ്ങനെ അടി പിടിക്കണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കുക. നോൺ സ്റ്റിക്ക് പാൻ അല്ലെങ്കിൽ സെറാമിക് പാനിലോ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇതിങ്ങനെ ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എനിക്കൊരു 10 മിനിറ്റിനുള്ളിൽ ഇത് വെന്ത് കിട്ടിയായിരുന്നു, കാരണം ബീട്രൂട്ട് വളരെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളും ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിയാൻ ശ്രദ്ധിക്കുക, കാരണം അങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ഈ ബീട്രൂട്ട് മെഴുക്കുപുരട്ടിക്ക് പ്രത്യേക ഒരു രുചി വരികയും ചെയ്യും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ചോറിൻ്റെ കൂടെ വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെൽ ഐക്കൺ ഉണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞാൻ എപ്പോൾ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.